ഹായ് ഓൾ. അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ? വിശേഷം പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ചെറിയ മീൻ പ്രപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ചോറ് വെക്കണം, മീൻകറി ഓൾറെഡി ഉണ്ട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണാം. ബീട്രൂട്ട് ഉപ്പേരി ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് എന്നും ഞാൻ വെക്കുന്ന രീതിയിലല്ല, അപ്പോൾ ഞാൻ അതും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതീരെ കഴിച്ചതും പിന്നെ ഉണ്ടാക്കിയതുമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇതവിടെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പരി കഴുകണം. പിന്നെ ഇവിടെ കുറച്ച് മെസ്സാണ് കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇതൊരു കുഞ്ഞടുക്കളയാണ്, അത് കാരണം ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളു, അത് കാരണം ഒരു ഇതുണ്ട്. അപ്പം ഞാനിനി വേഗം അരി കഴുകിയിട്ട് അടുപ്പത്ത് ഇട്ട്, ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ എനിക്കത് റൈസ് കുക്കറിൽ വെച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ, ഇപ്പോൾ സമയം 11:15. അപ്പം റൈസ് കുക്കറിൽ വെച്ച ഒരു 2 മണിക്കൂറിനുള്ളിൽ സംഭവം ആവുമല്ലോ. ഞാൻ എന്തായാലും വെക്കട്ടെ. ഇനി ഞാൻ വിചാരിക്കുന്നത് ബീട്രൂട്ടൊക്കെ ക്ലീൻ ചെയ്യാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിക്കണു. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. മാങ്ങ തരാം. നമ്മുടെ ആളിവിടെ എന്നത്തെയും പോലെ എത്തിയിട്ടുണ്ട്. മാങ്ങ വേണം പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിക്കണത്. ഇന്നലെ നമ്മൾ അജ്മാനിലേക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട്, അജ്മാനിൽ പോയി മീൻ വാങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങ. അതിലേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ, നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാനിത് അവന് തൊലി ചെത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്കും കൊടുത്ത ആൾ കൊണ്ടുപോയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കൂട്ടാ. അവിടെ TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ആശാൻ കഴിച്ചോളും. അപ്പോൾ എനിക്ക് എൻ്റെ പണികളും ചെയ്യാം. ഞാൻ അതവിടെയൊക്കെ പീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് അവൻ വന്നത് കേട്ടോ. സാധാരണ ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ആദ്യം ബീട്രൂട്ട് അരിഞ്ഞ് വെക്കും, പിന്നെ അതിലേക്ക് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂപ്പിച്ച് മുളക് പൊടി ഇട്ട് അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെ ഒരു സവോളയും പച്ചമുളകും കൂടി ഇട്ട് അരിയും. അതിന് ശേഷം അത് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അതിലേക്ക് നാളികേരത്തിൽ കുറച്ച് നല്ല ജീരകം, വളരെ കുറച്ച് കേട്ടോ, നല്ല ജീരകവും കൂടി ഇട്ടിട്ട് വേവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. മുട്ടപ്പൊടി ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൾ ചെയ്യണ കണ്ടാൽ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കണതാണ്. അവളൊരു മുട്ടയും കൂടി ഒഴിക്കും, പക്ഷേ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് കുത്തിപ്പൊരിയാക്കി പോലെ അതും കൂടി ചെയ്യും. പക്ഷേ ഞാനങ്ങനെ ചെയ്യണില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണത്. അപ്പം കഴിക്കാനെങ്കിൽ നല്ലതാണ്. ഇനി ഫ്രിഡ്ജിലെങ്ങാനും എടുത്ത് വെക്കും. ഇതിപ്പോൾ എന്തായാലും നാളെ ഏട്ടനും കൂടിയും ലഞ്ചിന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ അതും കൂടിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ അത് എടുത്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അത് നോക്കാം, അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഇതാണ് എൻ്റെ ഒരു പ്ലാന് ചെയ്യാൻ. ഇതൊക്കെ ഒന്ന് അരിയാൻ നമുക്കിവിടെ ചോപ്പറുണ്ട്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് എന്താണ് ഇങ്ങനത്തെ ഒരു കോലം എന്നിട്ട്, കാരണം ഈ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് നിൽക്കാറ്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരണം എന്ന് എനിക്ക് തോന്നാറില്ല. ഇങ്ങനെ സമയത്ത് ഇപ്പം എന്താ നമ്മുടെ ഒന്നുമില്ലാത്ത ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിൽ ഓക്കെയാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഈ പല്ലിലെ വിടവ്, എൻ്റെ മക്കൾ ഇത് ഞാൻ 2 തവണ ക്ലിപ്പ് ഇട്ടു, എന്നിട്ടും റെഡി ആയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് രാത്രി മറ്റേ എന്താണെന്ന് പറയുക, റീറ്റെയിനറാണ്, മറ്റേ സാധാ ഒരു പ്ലെയിൻ ക്ലിപ്പില്ലേ, അത് ഇടുന്നുണ്ട് രാത്രി. അത് ഞാൻ ഇതത്ര വലിയ ഇതായിട്ട് അറിയില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് എനിക്ക് പല്ലിൻ്റെ മുകളിൽ, മോണയുടെ മുകളിൽ ചെറിയൊരു ഒരു ബബിൾ പോലെ വന്നിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഇടാൻ പറ്റണില്ല രാത്രി. അപ്പോൾ അത് കുറച്ച് കൂടി, കണ്ട വിടവ് കുറച്ച് കൂടി. 2 തവണ ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടു, എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കുഴപ്പമില്ല, പല്ല് താഴ്ന്നു നന്നായിട്ട്, നല്ല പല്ല് പൊന്തിട്ടുണ്ടായിരുന്നു, താഴ്ന്നു. പക്ഷേ ഈ വിടവ് ഒരു പ്രശ്നം. അപ്പം അതിന് നാട്ടിൽ പോയിട്ട് വേണം ഒരു പരിഹാരം കാണണം നമുക്ക്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും ഈ പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. പിന്നെ ഇത് കുഞ്ഞു ബീട്രൂട്ട് കേട്ടോ, ഭയങ്കര കുഞ്ഞിതാണ്. ചോറ് അവിടെ തിളക്കിടില്ല, ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിലിതാ നമ്മുടെ സവോളയും പച്ചമുളകും വേപ്പിലും അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ മുകളിൽ. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടും. ഞാൻ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കണം. കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് വേവണ സമയത്ത് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് നാളികേരം, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ സ്വല്പം മഞ്ഞൾപ്പൊടി, 2 മണി ജീരകവും നല്ല ജീരകവും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. ഞാനിവിടെ ജാറിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കടുക് ഇതവിടെ പൊട്ടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിത് ഇതിലേക്ക് തേങ്ങ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുട്ട ഇടണില്ല എന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവ്. നാളൊക്കെ വരെ വെക്കണ്ടേല്ല, ഇപ്പം ഇത്ര നേരമൊക്കെ വെക്കണ്ടേ. അങ്ങനെ മുട്ട ഇടണില്ല. തേങ്ങ മാത്രമേ ഇടണുള്ളൂ. മുട്ടയും കൂടി ഇട്ടാൽ നല്ല രസമാണ്. ഇന്ന് തന്നെ കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മുട്ട ഒന്നുമില്ല. അത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഞാൻ നല്ല ചെറുതാക്കി അരിഞ്ഞ കാരണം ഇത് പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടി ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ആ ചോപ്പറിൽ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലെയിമിനി ഓഫ് ചെയ്യാം. പിന്നെ അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് സംഭവം. അപ്പം എൻ്റെ പരിപാടികളൊക്കെ തീർന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ചെമ്മീൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വെച്ചതാണ് ചെമ്മീൻ കറി. അപ്പോൾ അത്യാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതാ ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ടായിട്ട് വെച്ചിട്ടുള്ളത്. അന്ന് ഞാൻ വെച്ചില്ലേ. അപ്പോൾ അത് ഏട്ടന് നല്ല ഇഷ്ടമായി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ ആവശ്യമുള്ളത് അവനിൽ വെച്ച് ചൂടാക്കുകയാണ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിൽ വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ചൂടാക്കി എടുക്കും. പിന്നെ തൈരുണ്ട്. അപ്പോൾ പുതിയ തൈര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിൽ ഇത്ര തൈരേ ഉള്ളൂ. അപ്പോൾ ഈ തൈര് ഞാൻ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കണം. എനിക്ക് ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടി എടുക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് അതീരെ നന്നാക്കി വെച്ച് പോയതാട്ടോ. 2 ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിനിടയിലാട്ടോ ഇവിടെ ഒരു കയ്യിൽ പൊട്ടിച്ചത്. ഇത് അധീരയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. പാത്രങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക. ചിലപ്പോൾ അവിടെ ഒക്കെ കയറി ഇരുന്നിട്ട് അവൻ്റെ കയ്യിലുള്ള പാത്രമൊക്കെ ഒറ്റ എറിക്ക് കയ്യിൽ ഇങ്ങനെ പൊട്ടിച്ച് കണ്ടപ്പോൾ നല്ല പ്രഷറായി. നല്ല കയ്യിലറിഞ്ഞ് പെട്ടെന്ന് അത് എറിഞ്ഞ്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പൊട്ടി. ഇത് പൊട്ടി. എന്താണേ ഇപ്പം അടുത്ത് തന്നെ ഒരു ഫൈബറിൻ്റെ പാത്രം പൊട്ടിച്ചിട്ടുള്ളൂ. ഇത് അപ്പം ഞാൻ ഇതാ മേലൊക്കെ കഴുകി സെറ്റായിട്ട് അപ്പോൾ വരട്ടെ. 1 മിനിറ്റ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. തല നനച്ചിട്ടില്ല. ബിക്കോസ് ഇതൊന്നും ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം അഭിപ്രായം അതിരി ഇവിടെ കുളിച്ച് സെറ്റ് നല്ല കുട്ടപ്പനുണ്ട്. അതിരേനെ നോക്കട്ടെ. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ മുരിങ്ങക്കായ കറി. ഞാൻ മിക്കവാറും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ചെമ്മീനാണ് വാങ്ങാറ്, അതാണ് കറി വെക്കാറെന്ന്. അപ്പോൾ അത് ഓൾറെഡി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി. പിന്നെ ഇത് തൈര് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കണേ. ഗട്ടിന് നല്ലതാണ്. ഞാൻ ഇപ്പം അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി 1 സക്സസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്. കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.